നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഒരു ആർമി ജോബ് സ്വപ്നം കാണുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ പല ക്ലാസ്സുകളിലായി പരിചയപ്പെടാറുണ്ട്. അവരെപ്പോഴും ചോദിക്കുന്ന ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഒരു ആർമിയിലേക്കുള്ള എൻട്രി എങ്ങനെ നമുക്ക് നേടാം? ഏറ്റവും കൂടുതൽ പേര് പരിശ്രമിക്കുന്നത് +2 കഴിഞ്ഞ് നാഷണൽ ഡിഫൻസ് അക്കാഡമി അല്ലെങ്കിൽ NDA ടെസ്റ്റ് എഴുതി കയറാൻ ശ്രമിക്കാറുണ്ട് ആർമി ജോബ്. അതുപോലെ തന്നെ നേവി എയർഫോഴ്സും ഒക്കെ +2 കഴിയുമ്പോൾ എടുക്കുന്നവരുണ്ട്. അത് പലപ്പോഴും നടക്കാതെ പോയവർക്ക് പിന്നെ ഒരു ഡിഗ്രി കോഴ്സിന് അവർ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ പലരും ചോദിക്കാറുണ്ട്, ഇനിയും ഇതിന് അവസരമുണ്ടോ? കാരണം ഞങ്ങൾക്ക് +2 കഴിഞ്ഞ് ആർമിയിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല, ഇനി അവസരമുണ്ടോ? ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആർമി നൽകുന്ന NCC സ്പെഷ്യൽ എൻട്രി സ്കീമാണ്. അതായത് ആർമിയിൽ നല്ല സീരിയസ് ആയിട്ട് ആർമി ജോബിനെക്കുറിച്ചും ഭാവിയിൽ ഒരു പട്ടാള ഉദ്യോഗത്തിനെക്കുറിച്ചും ഒക്കെ വലിയ സ്വപ്നമുള്ളവരാണ് എങ്കിൽ തീർച്ചയായും അവർ പഠനകാലത്ത് എപ്പോഴെങ്കിലും NCCയുടെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് NCCയുടെ ഭാഗമായിട്ട് കോളേജിൽ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ മറ്റ് അക്കാഡമിക്സിൽ എപ്പോഴെങ്കിലും NCCയുടെ ഭാഗമായി നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളവർ അതിലൊരു എക്സ്പീരിയൻസും ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഉള്ള സ്പെഷ്യൽ എൻട്രി സ്കീമിനുള്ള ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ NCC സ്പെഷ്യൽ എൻട്രി സ്കീമിനെ വിളിച്ചിരിക്കുന്നു. 70 ആൺകുട്ടികൾക്കുള്ള 70 അവസരം, പെൺകുട്ടികൾക്കുള്ള 6 അവസരം, ഡിഗ്രി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉള്ള മികച്ച ഒരു അവസരം. 2025 NCC സ്പെഷ്യൽ എൻട്രി ആപ്ലിക്കേഷൻ. അതെങ്ങനെ അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏത് ദിവസത്തിനുള്ളിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആർമി ജോബ് എന്ന് പറയുന്നത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, അത് സ്വപ്നം കണ്ട് നടക്കുന്നവർ മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. യാദൃശ്ചികമായി ആരും ആർമിയിലേക്ക് എത്തിപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ NCC സ്പെഷ്യൽ എൻട്രി സ്കീമിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്ത്യൻ ആർമിയിലെ NCCയുടെ സ്പെഷ്യൽ എൻട്രി സ്കീമിൻ്റെ 58ാമത്തെ കോഴ്സാണ് ഈ 2025 നടക്കുന്നത്. അപ്പോൾ ഈ 58ാമത്തെ കോഴ്സിൽ ഡിഗ്രി ഹോൾഡേഴ്സിൽ നിന്ന് ഉള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഷോർട്ട് സർവീസ് കമ്മീഷൻ SSC മാതൃകയിലാണ് ഇവർക്ക് നിയമനം. SSC മാതൃക എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നവർ മാത്രമായിരിക്കും ഈ വീഡിയോ കാണുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുമുണ്ട്. അതുകൊണ്ട് SSC മാതൃകയിലാണ്. ഇതിനകത്ത് പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം, സ്ത്രീകൾക്ക്, അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അവിവാഹിതരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള അവസരം. അതും NCCയിൽ പരിശീലനം നേടിയവർക്കാണ് അപ്ലൈ ചെയ്യാനുള്ള അവസരം. ഒരു കാര്യം പ്രത്യേകം പറയാം, സൈനിക സേവനത്തിനിടയിൽ മരണപ്പെട്ട വീരമൃത്യു വരിച്ച സൈനികരുണ്ട്, അതുപോലെ കാണാതായവരുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായ സൈനികർ അവരുടെ മക്കൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം കൂടിയാണിത്. അവർക്ക് NCC C സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ഒന്ന് ഓർക്കുക. ഇനി ഇതിനകത്ത് ഇവർക്ക് അപ്ലൈ ചെയ്യുന്ന യോഗ്യത അല്ലെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ് എന്ന് ഞാനൊന്ന് പറയാം. 50% മാർക്കോടെ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ് ഒന്നാമത് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് NCCയുടെ C സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ കുറഞ്ഞത് ഒരു B ഗ്രേഡെങ്കിലും ലഭിച്ചിരിക്കണം. 2025 ഫൈനൽ ഇയറിൽ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസ്, അതിൽ തന്നെ അവസാന സെമസ്റ്റർ അല്ലെങ്കിൽ അവസാന വർഷത്തെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ്, ഇവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, 2025 ഒക്ടോബറിന് മുമ്പിലായിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കാൻ പറ്റണം. അപ്പോൾ ഒക്ടോബർ 2025 നിങ്ങളുടെ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്, അതായത് ഒന്നുകിൽ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അത്ര പെട്ടെന്ന് കിട്ടണമെന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒക്ടോബർ 2025 കിട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് 19 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ളവരായിരിക്കണം. അതും ജൂലൈ 2000-നും 2026 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അപ്പോൾ 2000 ജൂലൈ 2-നും 2026 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അങ്ങനെയുള്ളവർ ഏതായിരിക്കും? 19-നും 25-നും വയസ്സിനിടയ്ക്കുള്ളവരായിരിക്കും. ഈ ഡേറ്റ്സ് ഞാൻ പറഞ്ഞത് ജൂലൈ 2-നും ജൂലൈ 2 2000-നും ജൂലൈ 1 2006-നും ഇടയ്ക്ക് ജനിച്ചവർ എന്ന് പറഞ്ഞു. ഈ 2 തീയതികളും ഉൾപ്പെടെയാണ് കേട്ടോ, അതും പ്രത്യേകം ഓർക്കുക. ആ എക്സാക്റ്റ് ഡേറ്റ്സിൽ ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാം എന്ന് ഓർക്കുക. അപ്പം ആ ഡേറ്റ്സ് ഒന്ന് ഓർത്ത് അത് കണക്ക് വെച്ച് നോക്കുമ്പോൾ 19 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്ക് വരുന്നവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മിനിമം എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഇനി നിങ്ങളുടെ ഈ ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിശീലന സമയത്ത് 56,100 രൂപയും
ആനുകൂല്യങ്ങളും മറ്റ് സ്റ്റൈഫൻസും കാര്യങ്ങളുമെല്ലാം അല്ലെങ്കിൽ മറ്റ് ബെനിഫിറ്റ്സും കാര്യങ്ങളുമെല്ലാം ലഭിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത, നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു ലെഫ്റ്റനൻറ്റ് റാങ്കിൽ നിങ്ങൾക്കൊരു നിയമനവും ലഭിക്കും. ലെഫ്റ്റനൻറ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ NDAയിലൊക്കെ +2 കഴിഞ്ഞിട്ട് 4 വർഷത്തെ കോഴ്സൊക്കെ പഠിച്ചിറങ്ങുന്നവർ നേടുന്ന ഓഫീസർ പൊസിഷൻ തന്നെയാണ്. ഒരു ആർമി ഓഫീസറിൻ്റെ എൻട്രി ലെവൽ, ബിഗിനിങ് ലെവൽ പൊസിഷനാണ് ലെഫ്റ്റനൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ലെഫ്റ്റനൻ്റ് ആയി തന്നെ നിങ്ങൾക്ക് പാസ് ഔട്ട് ആകാൻ സാധിക്കും. സ്റ്റാർട്ടിംഗ് സാലറി 56,100 ബേസിക് പേയോടുകൂടി അതർ അലവൻസസ് വേറെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു മികച്ച അവസരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയും ഇത് തിരഞ്ഞെടുപ്പ്, ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്കൊരു NCC C സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുമല്ല 2025 ഫൈനൽ ഇയറിലുള്ളവരായിരിക്കണം. അതുമല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ആർമി സർവീസിലിരിക്കെ മരണപ്പെട്ട ഓഫീസേഴ്സിൻ്റെ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലുള്ളവരുടെ മക്കൾ ആയിട്ടുള്ളവർക്കും ഈ ഒരു വേക്കൻസിയിലൂടെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സ്പെഷ്യൽ എൻട്രിയിലൂടെ തന്നെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അവർക്ക് NCC C സർട്ടിഫിക്കറ്റ് ആവശ്യം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ കാറ്റഗറി ഒക്കെ ഉള്ളവരെയാണ് ഒരു ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുക. അങ്ങനെയുള്ളവരിൽ നിന്ന് 2 ലെവൽസിലായിട്ട് ഇൻ്റർവ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 2 ലെവലിലായി നടക്കുന്ന ഇൻ്റർവ്യൂസിനെ ബേസ് ചെയ്തും അതിനുശേഷമുള്ള ഒരു മെഡിക്കൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും. അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടാവും, ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് ഓർക്കുക. ഇനി ഇതിൽ സെലക്റ്റഡ് ആയിരുന്ന കാൻഡിഡേറ്റ്സിന് ചെന്നൈയിലുള്ള ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലായിരിക്കും നിങ്ങളുടെ ട്രെയിനിങ് നടക്കുക. ഇനി ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് നിങ്ങളെ ലെഫ്റ്റനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നിങ്ങൾ പാസ് ഔട്ട് ആകുന്നു. അതിനുശേഷം നിങ്ങൾക്ക് 10 വർഷത്തേക്കായിരിക്കും നിങ്ങൾക്ക് ആദ്യത്തെ പോസ്റ്റിംഗ് അല്ലെങ്കിൽ നിയമനം എന്ന് പറയുന്നത്. 10 ഇയേഴ്സ്, ആദ്യ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് സർവീസ് കമ്മീഷൻ മാതൃകയിലുള്ള സെലക്ഷൻ ആയതുകൊണ്ട് തന്നെ 10 വർഷത്തേക്കായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ഉള്ളത്. ഇത് ഒരുപക്ഷെ 4 വർഷത്തേക്കും കൂടെ പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം മൊത്തം ഒരു 14 വർഷത്തേക്കുള്ള ഷോർട്ട് സർവീസ് കമ്മീഷൻ മാതൃകയിലുള്ള സെലക്ഷൻ ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ബട്ട് ഇറ്റ്സ് ആൻ എക്സലൻറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പം അപേക്ഷിക്കേണ്ടത് joinindianarmy.nic.in വെബ്സൈറ്റിനാണ്. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ കയറി രജിസ്റ്റർ ചെയ്ത് അതേ വെബ്സൈറ്റിൽ കൂടെ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം joinindianarmy.nic.in കയറുക. അതിനകത്ത് ആദ്യം ഒന്ന് രജിസ്ട്രേഷൻ, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. ആ രജിസ്ട്രേഷന് ശേഷം അവിടെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓപ്ഷന് സ്പെഷ്യൽ എൻട്രി, NCC സ്പെഷ്യൽ എൻട്രിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇസ് March 15, 2025 മാർച്ച് 15 നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ഒരു ആർമി സ്വപ്നം, ആർമി ഓഫീസർ ആവുക എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഒരു മികച്ച അവസരമാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റേത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ പരിചിതമായിട്ടുള്ള ആർക്കെങ്കിലും ഇതൊരു പക്ഷേ ഉപകാരപ്പെടും. അവൻ ലാസ്റ്റ് ഇയർ ഡിഗ്രി ആണല്ലോ, അവന് ആർമി സ്വപ്നമുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോ അവർക്ക് മുഖം ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അവരും ഇതിന് അപ്ലൈ ചെയ്യട്ടെ, നല്ലൊരു ഭാവിയിലേക്ക് ഉയരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.